ഏതെല്ലാം കാരണങ്ങളാലാണ് നമ്മുടെ ഉള്ളിൽ മുറിവുകൾ സംഭവിച്ചിട്ടുള്ളത്? കാരണം എന്താണെങ്കിലും അത് പരിഹരിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നാം ഏൽക്കുന്ന മുറിവുകളുണ്ട്, സ്നേഹിതരിൽ നിന്നുള്ള മുറിവുകൾ, കുടുംബാംഗങ്ങളിൽ നിന്നുള്ള മുറിവുകൾ. ഇതൊന്നും അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മളെ തൽക്കാലത്തേക്ക് മുറിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ആശ്വാസം തരുന്നതും ആ മുറിവുകളെല്ലാം കെട്ടുന്നതും ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നതാണ് ദൈവം പറയുന്നത്. ചതക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 5-8 അവൻ മുറിവേൽപ്പിക്കുന്നു, മുറിവ് കെട്ടുന്നു, ചതക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഹോശേയ പ്രവാചകൻ ചെയ്തിരിക്കുന്നത് 6-1 വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് കയറി, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നവൻ മുറിവ് കെട്ടും. അപ്പം ദൈവത്തിൽ നിന്ന് ദൈവം നമ്മെ തൻ്റെ ബാലശിക്ഷയിലൂടെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മെ തിരിക്കുമ്പോൾ നാം കടന്നു പോകുന്ന ചില മുറിവുകളുണ്ട്. അത് പരിഹരിക്കുവാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അത് പരിഹരിക്കുവാൻ ലോകത്തിലെ ആരെ കൊണ്ടും പറ്റുകയില്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളും, പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളിൽ നിന്നുണ്ട്, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളൊക്കെ നേരിടുന്നുണ്ട്. എന്നാൽ ദൈവം തന്നെ നമ്മെ ചില ബാലശിക്ഷയിലൂടെ കടത്തിവിടാറുണ്ട്. അത് പരിശോധനയുടെ ഭാഗമാണ്. അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അത് ദൈവം നമ്മെ പ്രൊമോഷനിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയാണ്. അപ്പൊ അങ്ങനെ ദൈവം അനുവാദം നൽകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ദൈവത്തിന്റെ അടുക്കലേ വഴിയുള്ളൂ. ഞാൻ ഈ വചനം പറയുന്നത് ഇയ്യോബിന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, നീതിമാനാണെന്ന് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ ആളാണ്. ഒരു പാപം ചെയ്തിട്ടുള്ള മനുഷ്യനല്ല. സാധാരണഗതിയിൽ അവനെ ആരെക്കുറിച്ച് അങ്ങനെ ദൈവം പറയുന്നില്ല. പക്ഷെ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തെ വലിയ മുറിവിലൂടെ കടത്തിവിടുകയാണ്. 10 മക്കൾ മരിച്ചെന്ന് പറഞ്ഞ ചെറിയ മുറിവാണോ? എല്ലാ സമ്പത്തും നഷ്ടമായി, ആരോഗ്യവും, ഭാര്യയും നഷ്ടം. ഭാര്യ നഷ്ടമായി, ഭാര്യയുടെ സ്നേഹം നഷ്ടമായി, പിന്നെ തൻ്റെ ആരോഗ്യവും നഷ്ടമായി, എല്ലാം നഷ്ടമായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്ക്, ദൈവത്തിൽ നാം നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ. ഹല്ലേലൂയ. അപ്പം മുറിവ് ദൈവം തന്നതാണെങ്കിൽ അത് പരിഹരിക്കാൻ ദൈവത്തിനേ പറ്റുള്ളൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ചില കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത ലെവലിലേക്കോ പ്രൊമോഷനിലേക്കോ കയറ്റാൻ വേണ്ടി ദൈവം ചില മുറിവുകളൊക്കെ അനുവദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പിറുപിറുക്കണ്ട. ദൈവം നന്മ നൽകി തിന്മ നൽകും, തിന്മ നൽകുന്ന ദൈവം നന്മയും നൽകും. പക്ഷേ ഒടുവിൽ നമ്മൾ വരുമ്പോൾ അതിനകത്തെല്ലാം നമ്മുടെ അനുഗ്രഹവും ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെടും. ഹല്ലേലൂയ. ഹോശേയ പ്രവാചകൻ പറയുന്നത്, വരുവിൻ നാം യഹോവയുടെ അടുക്കിലേക്ക് കയറിച്ചിട്ട് അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. ദൈവം നമ്മുടെ മുറിവുകളെ കെട്ടുന്നവനാണ്. ഹല്ലേലൂയ. മുറിവ് കെട്ടും. ഹന്നയുടെ ജീവിതത്തിൽ കടന്നുപോയ വളരെയേറെ ഹൃദയവേദന ഉണ്ടാക്കിയ സംഭവങ്ങളായിരുന്നു. അവളുടെ തലമുറയില്ലാത്ത സമയത്ത് മറ്റുള്ളവർ പരിഹസിച്ചത്, വീട്ടിലുള്ളവരൊക്കെ അവളെ മുഷിപ്പിച്ചത്. നമുക്കൊരു കുറവോ പോരായ്മയോ വേദന ഉണ്ടായിരിക്കുന്ന മാനസിക വിഷമം ഉണ്ടായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മെ അത് പറഞ്ഞ് നോവിക്കുകയാണെങ്കിൽ അത് വലുതായിരിക്കും. അങ്ങനെയാണ് ഹന്ന ആ ഒരു മുറിവ് ആഴത്തിലുള്ള മുറിവായി മാറി. പക്ഷേ അവളുടെ മുറിവുകളും വേദനയും പരിഹരിക്കാൻ മറ്റൊരു വഴി അന്വേഷിക്കാതെ, സ്വന്തം ഭർത്താവിന്റെ അടുക്കൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ നോക്കാതെ കർത്താവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവം ഒരു പരിഹാരം കൊടുത്തപ്പോൾ അത് ശാശ്വതമായ പരിഹാരമായി. അവൾ അനുഭവിച്ച എല്ലാ വേദനയ്ക്കും ഒരു ദൈവികമായ അർത്ഥം ആ വിഷയത്തിൽ ഉണ്ടാക്കിയെടുത്തു. ദൈവത്തിന് നിങ്ങൾ കടന്നു പോകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും ദൈവികമായ ഒരു അർത്ഥവും അതിനകത്ത് ദൈവത്തിന് വരുത്താനുണ്ട്. ഹന്ന വിടുതൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഈ വചനം പറഞ്ഞിരിക്കുകയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം 6 യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇതാണ് ദൈവം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് അറിയാൻ, ഞാൻ മരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി, പാതാളത്തിലൂടെ ഒക്കെ കടന്നുപോയെങ്കിലും ദൈവം എന്നെ ഉദ്ധരിക്കുന്നു, ദൈവം എന്നെ ജീവനിലേക്ക് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല. യെശയ്യാപ്രവചനം 42-3 ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല. മനുഷ്യരെല്ലാം നമ്മുടെ ഒരു വീഴ്ചയോ നമ്മുടെ ഒരു മുറിവോ കാണുമ്പോൾ നമ്മളെ ഒന്നുകൂടെ ചവിട്ടാനും മുറിക്കാനും ഒക്കെയാണ് അവർ നോക്കുന്നത്. 10 പേരോട് പറഞ്ഞ പരിഹാസം വർദ്ധിപ്പിക്കാനല്ലേ നോക്കുന്നത്.
അങ്ങനെ എത്രയോ ആളുകൾ അത് ശ്രമിക്കുന്നത്. പക്ഷേ കർത്താവ് ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം മുറിവുകൾ വെച്ച് കെട്ടി ആശ്വാസം തരുവാൻ, തണുപ്പിക്കുവാൻ, നിങ്ങളെ അടുത്ത വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ചില ബാലശിക്ഷകളിലൂടെയൊക്കെ ദൈവം കടത്തിവിട്ടാലും അത് നമ്മുടെ നാശത്തിനല്ല, ദൈവം അത് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ, അവൻ്റെ ദയ തീർന്നു പോയിട്ടില്ലല്ലോ. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ല. ആമേൻ. കർത്താവിൻ്റെ ദയ തീർന്നു പോകുകയില്ല. അതുകൊണ്ട് അവൻ മുറിവേൽപ്പിക്കുന്നു, മുറിവ് കെട്ടുന്നു, ചതയ്ക്കുകയും തൃക്കൈ പൊറപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങൾക്ക് ആശ്വാസവും വിടുതലും ധൈര്യവും തരട്ടെ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിലൂടെ ദൈവം കൊണ്ടുവന്ന് വലിയൊരു മഹത്വത്തിന്റെ വിഷയമായി നിങ്ങൾ ജീവിതത്തിൽ തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം, കർത്താവ് വചനം പറയുന്നത് യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് സകല നന്മയ്ക്കാക്കി ദൈവം തീർക്കും. കർത്താവിനെ അങ്ങനെ സ്നേഹിക്കാം. കർത്താവ് എല്ലാം നന്മയാക്കി തീർക്കും. പ്രിയ കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് എവിടേക്കാണ് നുറുക്കപ്പെട്ടത്? കർത്താവയുടെ വീടിനകത്തോ അവരുടെ സമൂഹത്തിലോ അവരുടെ കൂട്ടുകാരുടെ നടുവിലോ കർത്താവെ അല്ല ശത്രുക്കളോ ഒക്കെ അവരെ മുറിപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട്. അവിടെ എല്ലാം കർത്താവെ അവിടുന്ന് അനുവദിച്ച മുറിവുകളുണ്ട്. അതിലെല്ലാം മുറിവ് കെട്ടുന്ന അവിടെ നിന്നാണ്. കർത്താവെ അവിടുന്ന് മുറിവ് കെട്ടണമേ, അവിടുന്ന് ആശ്വാസം കൊടുക്കണമേ, അവിടുന്ന് വലിയൊരു വിടുതൽ നൽകണമേ. അവിടുത്തെ ഒരു മഹത്വം അവിടെ എല്ലാ പ്രശ്നങ്ങളിലും വെളിപ്പെട്ടു വരുവാനും ദൈവം അവരെ മാനിച്ചത് കാണുവാനിടയാകട്ടെ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവമായിട്ട് ഈ സന്ദേശം അവരെ കേൾപ്പിച്ച് ഒരു വിടുതലിനായ ഇതിലെ മക്കളെ ഒരുക്കിയെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കുറെ പേർക്ക് ഈ സന്ദേശം നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ലവ്ലി ഡേ.